ഷോയ്ക്ക് നമ്മളെ മുന്നിൽ എടുക്കുന്ന വണ്ടി വണ്ടിയാണ് എടുക്കട്ടെ ഗൈസ്. ഞാൻ കാര്യം പറയാം. ഇതൊരു വണ്ടി, അതല്ല കാര്യം. ഇത് കണ്ട ഗൈസ്, ഇതാണ് കാര്യം. അപ്പം നമ്മൾ പുതിയതായിട്ടൊരു ഷെഡ് തന്നെ മേടിച്ചിട്ടുണ്ട്. ഷെഡ് എന്ന് പറയാം, നമ്മളെ വസ്തുവിനുള്ള ഷെഡല്ല, നമ്മൾ സ്റ്റിക്കർ വർക്കിന് വേണ്ടി. അതും സ്റ്റിക്കർ വർക്ക് മാത്രമായിട്ടല്ല നമ്മളിവിടെ ചെയ്യുന്നത്, പെയിൻറ്റിങ് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പെയിൻറ്റ് കഴിഞ്ഞ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു BMR വെഗയാണ്. ഇത് നാട്ടിലുള്ള ഒരു പ്രശസ്തമായൊരു വണ്ടിയാണ്. ഏതാണെന്ന് അറിയേണ്ടത് ഗൈസ്, നമ്മളെ ലണ്ടൻ്റെ വണ്ടിയാണ്. ലണ്ടൻ്റെ പഴയ മുതൽ തന്നെയാണ് ഗൈസ്. അപ്പം ഇവിടെ ഒരു ചെറിയ ലൈറ്റൊക്കെ ഉണ്ടായിന്, പിന്നെ ടോപ്പ് ലൈറ്റ് വരെ ഉണ്ടായിന് വണ്ടി മേൽ. ഇത് നമ്മൾ അയച്ച് വെച്ചേക്കാണ്, അങ്ങനെ വണ്ടി നനയ്ക്കണ്ടെന്ന് വെച്ചാണ്ട്. പിന്നെ ഈ ഒരു വണ്ടി ഇപ്പോൾ സെയിലുണ്ട്. ആർക്കെങ്കിലും മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം തന്നെ മേടിക്കാവുന്നതാണ് ഗൈസ്. എനിക്ക് ഒരു വണ്ടിയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. അത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് കാണാം. വണ്ടി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഇതാണ് ഗൈസ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത്. അതെ ഗൈസ്, ഈ ഒരു വണ്ടിൻ്റെ ഇൻറ്റീരിയർ പൊസിഷൻ കണ്ടു ഗൈസ്. വളരെ നല്ല സമയമെടുത്ത് ചെയ്ത വർക്കാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആഗ്രഹമുള്ളവർ എടുക്കുക, ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. പിന്നെ ഈ വണ്ടി ഇപ്പോൾ സെയിലുണ്ട്, വണ്ടിയുള്ളവർ എടുക്കുക. അപ്പോൾ ഏതായാലും നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ ഡെലിവറി നമ്മൾ കെട്ടിച്ചേർക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മളെ വണ്ടിയുടെ ഇൻറ്റീരിയർ. നല്ല ക്ലീനും ഒറിജിനലായ നമ്മളെ കേരളത്തിലെ വണ്ടി എങ്ങനെയാണോ അതേമാതിരി ഒറിജിനൽ രീതിക്ക് ഇറക്കിയാണ്. അപ്പോൾ ഏതായാലും ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അടുത്തൊരു വണ്ടി കൂടി ഉണ്ട്. ഏതാ, നമ്മളെ സെഡാണ്. നമ്മളെ പ്രൊഡക്ഷൻ ടൈപ്പ് വർക്ക് ചെയ്ത ഒരു വണ്ടിയാണ് ഗൈസ്. ഇത് ഏതാന്ന് ചോദിച്ചാൽ, നമ്മൾ പണ്ട് നമ്മളെ പഴയ ക്യാപ്റ്റൻ ഉണ്ടായിന് ഗൈസ്. പണ്ട് നമ്മൾ PS4 ഇറക്കിയപ്പോൾ BS3 ക്യാപ്റ്റൻ അല്ലായിന് ഗൈസ്. അവനെ നമ്മൾ പിന്നെ ഷെഡ് കൊണ്ടുപോയിട്ട് ചെറിയ സോണിക്കിൻ്റെ രൂപത്തിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഷെഡ് കൊണ്ടുപോയിട്ട്, ഞാൻ ചിലപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ നമ്മളിവിടെ വെക്കാം, ഉണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ അതിലിടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഏതായാലും ഈ ഒരു വണ്ടി നമ്മൾ ഫുള്ള് പ്രൊഡക്ഷൻ ടൈപ്പ് വർക്കാണ് ചെയ്തത്. ആ ഒരു വണ്ടിയാണ് ഈ വണ്ടി. നമ്മൾ ലാമ്പ് മാറ്റി, ഇത് മാറ്റി, പിന്നെ ലിപ്പ് ഏതോ ടീം കൊണ്ടാണ്ട് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കത്തെ കട്ട് ചെയ്താണ്ട് പ്രൊഡക്ഷൻ ടൈപ്പ് ലാമ്പ് അവിടെ വെച്ചത് ഗൈസ്. ഇതൊക്കെ വണ്ടി ചെയ്ത വർക്ക്. നമ്മളെ മെയിൻ കാര്യത്തിൽ നമ്മൾ സ്കിഡായി പോയിട്ടുണ്ട്. മെയിൻ കാര്യത്തിലേക്ക് വരാം. ഇവനാണ് മുതൽ. ഇപ്പോൾ വേറെ എന്തല്ല ഗൈസ്, ഈ ഒരു വണ്ടിൻ്റെ ചേസ് ഇറങ്ങിയപ്പോൾ വിളിച്ചതായിരുന്നു ഗൈസ് ഈ ട്രിപ്പ്. അവർ വണ്ടി നമ്മളെ പീക്കാച്ച് എടുക്കാനായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിൻ്റെ ചേസ് കണ്ടപ്പോൾ അവർ പറഞ്ഞ്, അല്ല ഈ ഒരു വണ്ടി ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു ട്രിപ്പുണ്ട്, ഡേറ്റൊക്കെ ചാനൽ ഫിക്സ് ചെയ്ത് പറഞ്ഞ്. ചേസ് കണ്ട് ഇപ്പം വണ്ടി വർക്കും കഴിഞ്ഞാണ് വരുന്നത്. ഏതായാലും നമുക്ക് കണ്ടന്നെ അറിയാം. ഏതായാലും നമുക്ക് ഇന്ന് വേണ്ട ട്രിപ്പാണ്. അത് നമുക്ക് പൊളിപ്പിച്ചാൽ കൊടുക്കണം. ഏതായാലും നിങ്ങളെ കട്ട സപ്പോർട്ട് വേണം, ഞാനത് ആഗ്രഹിക്കുന്നു. ഏതായാലും നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നമുക്ക് ടിപ്പ് പിക്ക് ചെയ്യാനുള്ള പ്ലേസിലെടുത്തെത്തിയിരുന്നു. ഇവൻ്റെ ചേസ് ഇറങ്ങിയപ്പോൾ അവർ വന്ന് ട്രിപ്പ് വിളിച്ചതാണ് ഗൈസ്. അവർ ശരിക്കും നമ്മൾ പിക്കാച്ചു ആയിരുന്നു വിളിച്ചത്. അപ്പോൾ നമ്മളൊരു ATP ഇറങ്ങുന്നുണ്ട്, ഇതാണ് ATPൻ്റെ ചേസ് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞാണ് ഏതായാലും വിളിച്ച സ്ഥിതിക്ക് ഈ ഒരു വണ്ടി ചേസ് ഇറങ്ങട്ടെ, അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞേ. അപ്പോൾ അങ്ങനെ വന്ന വണ്ടിയാണ് ഗൈസ് ഇപ്പോൾ നമ്മളെ ഈ ക്രൂസർ. അപ്പോൾ ഏതായാലും നമ്മളെ ക്രൂസറിൻ്റെ ഒരു ഭാഗ്യമുണ്ട് ഇങ്ങനെ ഒരു വണ്ടി ട്രിപ്പ് പോകാൻ. ഏതായാലും അവർ ആദ്യമായിട്ടേക്ക് ഇങ്ങനെ ഒരു വണ്ടി കാണാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മളെ പിക്ക് ചെയ്യുന്ന ലൊക്കേഷൻ പോകാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് ഇനി എനിക്ക് വേണ്ടത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. ഏതായാലും ആ ടീമിനെ മുഴുവൻ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ പെടുന്ന വീട്ടുകാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മൾ ഏരിയ എത്തിയിട്ടാണ് നമ്മൾ കാണാം. അവിടെ എത്തിയിട്ട് കാണാമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ്. നൈസായിട്ട് അവിടെ പോയി തട്ടിയിട്ടുണ്ട്. അതല്ല ഈ വണ്ടിക്ക് അങ്ങനെ ഇങ്ങനെ ഒന്ന് അടിച്ച് വിചാരിച്ച് വലിയ പരിക്കൊന്നും പറ്റില്ല ഗൈസ്. അപ്പം ഏതായാലും നല്ല ലോങ്ങാണ് ഇപ്പോൾ ഉള്ളത് ഗൈസ്. ഏതായാലും നമ്മൾ കൊമ്പൻ്റെ ഏരിയയിലാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ കൊമ്പൻ്റെ ഒരു വണ്ടിയും ഇല്ല. കളയാടുക്കുക ട്രിപ്പ് പോയതൊക്കെയാണ്. അപ്പം നമുക്ക് ഇനിയൊരു ദിവസം വണ്ടിയുള്ള ദിവസം ആരെ കോൾ ചെയ്താണ്ട്
എന്നിട്ട് വരണം ഗൈസ്. ഏതായാലും നല്ലൊരു ദിവസം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാമല്ലോ ഗൈസ്. ഇവിടെ നമുക്ക് ഈ ഒരു ഇങ്ങോട്ടേക്ക് വളർക്കണം. അപ്പോൾ ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മളെ ലൊക്കേഷൻ ഉള്ളത്. ജസ്റ്റ് ഇപ്പോൾ തട്ടേണ്ടിയിരുന്നു ഗൈസ്. ഏതായാലും വലിയ രീതിക്ക് പരിക്കൊന്നുമില്ലാതെ നമ്മൾ ഇത്രയും ദൂരം വരെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ. നമ്മൾ എത്തുന്ന അവിടെ എത്തിയിട്ട് കാണാനുള്ള കിടിലൻ ലൊക്കേഷനൊക്കെയാണ് ഇപ്പോൾ അടുത്തിട്ട് കാണാം. ആ ഒരു പോർട്ടിലാണ്. അപ്പം ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് നേരെ വളച്ചെടുക്കണം. അപ്പം അങ്ങോട്ടേക്ക് പോണ റൂട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗൈസ്. ഇവിടുന്ന് നേരെ വളക്കണം എന്നാണ്. പിന്നെ നല്ല ഓഫ് റോഡാണ്. അപ്പോൾ വണ്ടിയൊക്കെ പോകണതിന് കുറച്ച് കഷ്ടപ്പാട് പെട്ടിട്ടാണ്. ഏതായാലും പോകണ്ടല്ലോ, അത് മതി എന്ന് തന്നെ പറയാം ഗൈസ്. ഏതായാലും ഞങ്ങൾക്ക് ഇനി നമ്മളെ മെയിൻ ലൊക്കേഷൻ കുറച്ച് അവിടെ നടത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ ഉള്ള ലൊക്കേഷനിലാണ്. അപ്പോൾ ഏതായാലും അവർ നമ്മളെ ബസ് കയറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് പോവാം. അപ്പം നമ്മൾ ഈ ഒരു ഏരിയ കിട്ടുന്ന ലൊക്കേഷനൊക്കെ ആണ് ഗൈസ്. ഏതായാലും അടിപൊളി ലൊക്കേഷനൊക്കെ ആണ്. അപ്പം നമ്മളിപ്പോൾ വന്നേക്കുന്നത് അപ്പം അവരെ ബസ്സിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. നമുക്കുള്ള വീഡിയോ അത്യാവശ്യം ലെങ്ത് ആവും. അപ്പോൾ നമ്മൾ പരമാവധി ലെങ്ത്ത് കുറച്ചാണ്ടാണ് ഓരോ വീഡിയോസ് ഇടുന്നത്. അപ്പം നമ്മൾ ലെങ്ത്ത് കുറച്ചുകൊണ്ട് വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.